ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഏഞ്ചൽ ആർട്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്ന പറയുമ്പോൾ ഒരു സിമ്പിളായിട്ടൊരു 10-15 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമുക്കൊരു ചിത്രം വരയ്ക്കാം എന്നുള്ളതിൻ്റെ ഒരു റെക്കോർഡാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഞാൻ റെക്കോർഡ് ചെയ്ത സമയത്ത് അതായിട്ടില്ലായിരുന്നു. അപ്പോൾ ബാലൻസ് ഉള്ള ഭാഗം നമുക്കത് എങ്ങനെ വരയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഡ്രസ്സിൻ്റെ ഭാഗം വരച്ചതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇടത്തെ സൈഡായിട്ട് നമുക്ക് ഒരു പുല്ല് വരച്ച് കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ അപ്പോഴാണൊന്ന് ഫില്ലാവുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇത് നമുക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഇതാണ് കേട്ടോ. ഓക്കെ, ഇനി മരം വരയ്ക്കാം. അപ്പോൾ ഈ മരം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് മരത്തിൻ്റെ ചില്ലകൾ എപ്പോഴും നമുക്ക് കാണുന്നത് പറയുമ്പോൾ ഒരു വി ഷേപ്പിൽ അല്ലെങ്കിൽ വൈ ഷേപ്പിലായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ആ ഒരു വേണ്ട കൊമ്പുകൾ എവിടേക്കൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അത് നമ്മുടെ ഇഷ്ടാനുസരണം വരച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും ടോപ്പ് വശത്തിനോട് ചേർന്നിട്ട് മരത്തിൻ്റെ ചില്ലകൾ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വൈ ഷേപ്പിലും നമ്മൾ ആ ചില്ലകൾ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ദൂരത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ ആ മരത്തിൻ്റെ ഇലകൾ എങ്ങനെയാണോ ഫീൽ ആവുന്നത് ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ഇനി വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ വരയ്ക്കുന്ന ഈ ഒരു രീതിയിൽ നമ്മളത് ഫോളോ ചെയ്ത് പോയാൽ മതി. ഇങ്ങനെ ഫസ്റ്റ് വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്നുകൂടി വരയ്ക്കാം, അതേ പാറ്റേൺ. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ അടുത്ത് പോയി നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇലകളുടെ ഉള്ളിലൂടെ മരത്തിൻ്റെ ഉൾവശം കാണുമല്ലോ, ആ ഒരു പോർഷനാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളത് വരച്ചതുപോലെ തന്നെ എല്ലാതും അതേ രീതിയിൽ തന്നെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫില്ല് ചെയ്തതിന് ശേഷം ഈ മരത്തിൻ്റെ മുകളിലേക്കുള്ള ശാഖകൾ കാര്യങ്ങൾ നമ്മൾ വരയ്ക്കണം. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് അതും നേരത്തെ വരച്ചതുപോലെ തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ വരച്ച അതേപോലെ തന്നെ ഇത് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ഫില്ലായി ഈ രണ്ടാമത്തെ ചില്ലയിലും വരച്ച് കഴിയുമ്പോൾ ആ മരത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് താഴത്തുനിന്നൊരു കൊമ്പും കൂടി മുകളിലേക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ മരത്തിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുന്ന പോലെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ മുകളിലത്തെ ഇലകൾ വരുന്ന ഭാഗം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് വരച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ചിത്രത്തിൻ്റെ ഒരു പൂർണ്ണത കിട്ടി. ഇനി ബാലൻസ് നമുക്ക് താഴത്തെ ആ കൊമ്പാണ് ഉള്ളത്. അപ്പോൾ അതിലത്തെയും കൂടി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇത് വരച്ച് കഴിഞ്ഞതിന് ശേഷം മരത്തിൽ കാണുന്ന നമുക്കുള്ള ചെറിയ ഹോളുകൾ കാര്യങ്ങൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ താഴത്ത് നമുക്ക് മരത്തിൻ്റെ താഴത്ത് വരുന്ന പുല്ല് വരയ്ക്കാം. ഓക്കെ, പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മരം നോക്കുന്ന സമയത്ത് ഏതൊരു ചിത്രമാണെങ്കിലും ആ ഒരു ചിത്രത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഷെയ്ഡാണ്. ഏതൊരു ഒരു സൈഡിൽ നിഴൽ വീണിട്ടുണ്ടാവും. അപ്പോൾ ആ നിഴൽ നമ്മൾ എന്ത് ചെയ്യണം, ഏത് സൈഡാണ് നമ്മൾ കൊടുത്തു തുടങ്ങിയത് അതേ സൈഡ് തന്നെ മരത്തിൻ്റെ ചില്ലകളിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മരത്തിൻ്റെ ഒരു ഏകദേശം ഒരു ഫീൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.